എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നമ്മളെല്ലാവരും ഇതാ ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും LSSനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിവേ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ EVSൻ്റെ സെക്കൻഡ് ടേമിലെ ഫസ്റ്റ് ചാപ്റ്ററായ പല രൂപത്തിൽ നമുക്ക് ചുറ്റും അറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ആ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു യൂണിറ്റ് നോക്കിയാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ സോളിഡ്സ് ആയിട്ടും ലിക്വിഡ്സ് ആയിട്ടും ഗ്യാസസ് ആയിട്ടും തരംതിരിക്കുന്നതായിട്ടും അവയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ കാണാനായിട്ട് പറ്റും. അതായത് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥകളിൽ പറയുന്നതൊക്കെ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ മിടുക്കന്മാരായ കുറച്ച് കൂട്ടുകാരെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവരെന്ത് ആക്ടിവിറ്റിയിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരിതാണ്ട് വെള്ളം നിറയ്ക്കുവാണ്. ഇപ്പം ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദ്രാവകങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്? നല്ല പച്ചവെള്ളം അല്ലെങ്കിൽ വാട്ടർ ആണല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ 3 കൂട്ടുകാരുണ്ട്. 3 കൂട്ടുകാരും വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിലാണ് വെള്ളം നിറയ്ക്കുന്നത്. ഒന്നാമത്തെ കുട്ടി കുപ്പിയിലാണ് വെള്ളം നിറയ്ക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ ഒരു കുടത്തിലാണ് വെള്ളം നിറയ്ക്കുന്നത്. മൂന്നാമത്തെ കുട്ടി ഒരു പ്ലേറ്റിലാണ് വെള്ളം നിറയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഓരോ പാത്രത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് അവർ ആ ഒരു പാത്രത്തിൽ നിറയ്ക്കുന്ന വാട്ടറിൻ്റെ ആകൃതിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഈ ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതിയില്ല, അതായത് അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചില്ലേ? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതിയില്ല. പിന്നെ എന്താ അവർക്ക് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു പരന്ന പാത്രത്തിലാണെങ്കിൽ ആ ഒരു പരന്ന പാത്രത്തിൻ്റെ ആകൃതിയാണ് വെള്ളത്തിനുള്ളത്. അല്ലെങ്കിൽ ഒരു കുടമാണെങ്കിൽ ആ കുടത്തിൻ്റെ ആകൃതിയാണ് വെള്ളത്തിലുള്ളത്. അതായത് ദേ ടേക്ക് ദ ഷേപ്പ് ഓഫ് വെസൽ ദാറ്റ് കണ്ടെയ്ൻഡ് ദം. ദ്രാവകങ്ങൾ അവ ഉൾക്കൊള്ളുന്ന പാത്രങ്ങളുടെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2 പോയിന്റ് പഠിച്ചേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാനായിട്ട് പറ്റുന്നത്? ജലചക്രം നമ്മൾ തിരിക്കുവാണ് അല്ലേ, അത് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഈ ജലചക്രം എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്? ഇതുപോലെ നമ്മൾ നല്ല ശക്തിയായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ആ വെള്ളത്തിൻ്റെ ശക്തിക്ക് അനുസരിച്ച് അതിങ്ങനെ കറങ്ങുന്നതായിട്ട്, അതിങ്ങനെ തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? വെള്ളത്തിന് ശക്തിയുണ്ട്, ദ്രാവകങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാക്കി പോയിന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അടുത്ത പോയിന്റാണ് ദ്രാവകങ്ങൾക്ക് ഒഴുകാനുള്ള കഴിവുണ്ട്. ശരിയാണല്ലോ. ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒഴുകുന്നതാണ് എന്ന് നമുക്കറിയാം. അതൊരു സ്ഥലത്ത് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, അതേസമയം തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്നുണ്ട്. അപ്പോൾ ദ്രാവകങ്ങൾക്കാണ് ഒഴുകാനുള്ള ഒരു കഴിവുള്ളത്. അതേസമയം ഖരവസ്തുക്കൾക്ക് ഒഴുകാനുള്ള കഴിവുണ്ടാവുമോ? ഇല്ല. ഖരവസ്തുക്കൾക്ക് നിശ്ചിത ആകൃതിയുണ്ട്, അവരവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദ്രാവകങ്ങൾ എന്ന് പറയുന്നത് അവർ എവിടെയാണോ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആകൃതിക്കനുസരിച്ചാണ്. അതുപോലെ തന്നെ അതിന് ഒഴുകാനുള്ള കഴിവുമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട്. ഫ്ലോയിങ് വാട്ടർ ഹാസ് എ പവർ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദേ ഹാവ് വെയിറ്റ്. ദ്രാവകങ്ങൾക്ക് ഭാരമുണ്ട്. അപ്പോൾ ദ്രാവകങ്ങളുടെ പൊതു സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സോളിഡ്സിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ചാപ്റ്റേഴ്സും ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് വെൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ കൂടെ നിങ്ങൾ ചേരണം. അതിനുവേണ്ടി നിങ്ങൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചായിരുന്നു നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച്. അപ്പോൾ ഈ പ്രാണ ബാച്ചിന് ഇപ്പം നമ്മളിതാ ഇന്നു മുതൽ 30% ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ കൊടുത്തിരിക്കുന്ന MEGA13 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. MEGA13 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് 30% ഡിസ്കൗണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. കാരണം നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് കാണുന്നുണ്ട്, ലൈവ് കാണുന്നുണ്ട്, കോണ്ടന്റ് വീഡിയോസ് കാണുന്നുണ്ട്. അതിനേക്കാളും ധാരാളം കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ നമ്മൾ ആപ്പിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ ബാച്ചിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്. വാട്സപ്പ് ചാനലിൻ്റെ QR കോഡ് ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കട്ടെ, അടിപൊളിയായിട്ട് നമ്മുടെ സ്ഥലത്തിനോട് ചേരട്ടെ. ഇനി അങ്ങോട്ടുള്ള എല്ലാ അക്കാഡമിക്സും നമുക്ക് ഫുൾ പവർഫുൾ ആക്കാം. കൂടാതെ LSSൻ്റെ കാര്യം മറന്നു പോകരുത്. LSSന് വേണ്ടി നിങ്ങൾക്കായിട്ട് കുറേ സർപ്രൈസുകൾ ഇവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. എല്ലാം നമുക്ക് വേണ്ടി നമ്മുടെ 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി സൈലം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് ഇരിക്കുക. അപ്പം ബൈ.